എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് വിശുദ്ധ തോമസ് അപ്പോസ്തലൻ ഉദ്ഘോഷിച്ചത് ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ ആ ഉത്ഥാന അനുഭവത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ടാണ്. നമ്മുടെയും ജീവിതത്തിൽ സംശയങ്ങളുടെ നിഴലിൽ നാം ജീവിക്കുമ്പോൾ ഈ ഉദ്ധിതനാഥൻ്റെ കൃപാവരം, വരദാനം ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് നമുക്കും വിശ്വാസത്തോടെ എല്ലാ സംശയങ്ങളും അകറ്റിക്കൊണ്ട് പറയുവാനാകുക, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ എന്ന്. തോമസ് അപ്പോസ്തലൻ തന്നെയാണ് ഇപ്രകാരം ശിഷ്യത്വത്തിൻ്റെ ത്യാഗങ്ങളെപ്പറ്റി പറഞ്ഞത്. യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ ത്യാഗത്തിൻ്റെതും ആത്മബലിയുടേതുമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്കാണ് അവർ തിരഞ്ഞെടുക്കുക. അങ്ങനെ രക്തസാക്ഷിത്വത്തിൻ്റെ കാൽവരി മലയിലെ ആ ബലിയുടെ പൂർത്തീകരണത്തിൻ്റെ തുടർച്ചയുടെ ഒക്കെ ഒരു ജീവിതമാണ് ക്രിസ്തു ശിഷ്യനെന്ന് വിശുദ്ധ തോമസ് അപ്പോസ്തലൻ സാക്ഷ്യപ്പെടുത്തുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം കാണുന്നത് ഇതാണ്: അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം. അങ്ങനെ ധീരതയോടുകൂടെ യാതൊരു സങ്കോചവുമില്ലാതെ ക്രിസ്തുവിൻ്റെ പാദങ്ങൾ അനുധാവനം ചെയ്യുന്ന കരുത്തനായ ഒരു ശിഷ്യനെയാണ് തോമസ് അപ്പോസ്തലനിൽ നാം കാണുക. യഥാർത്ഥത്തിൽ ഉദ്ധിതനായ ക്രിസ്തു രണ്ടു പേർക്ക് ഇങ്ങനെ വ്യക്തിപരമായ ഒരു പ്രത്യക്ഷപ്പെടൽ കൊണ്ട് സമ്മാനിച്ചിട്ടുണ്ട്. മറിയം മഗ്ദലേനയ്ക്കും തോമസ് അപ്പോസ്തലനും. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന ഇതാണ്. അതിൻ്റെ ആദ്യത്തെ വാക്യം തന്നെ ഇപ്രകാരമാണ്: ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലേന മറിയം ശവകുടീരത്തിൻ്റെ അടുത്തേക്ക് വന്നു. അവൾ അപ്രകാരം ആ ഇരുട്ടായിരിക്കുമ്പോൾ പോലും ശവകുടീരത്തിലേക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് വരിക അവളുടെ ഉള്ളിൽ അനുഭവിച്ചിരുന്ന ആ ആത്മീയ സ്നേഹം കൊണ്ടാണ്. ഇതേപോലെ തന്നെ തോമസ് അപ്പോസ്തലനെയും കർത്താവ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് വീണ്ടും സമാധാനത്തിൻ്റെ ആ പുതിയ അനുഭവത്തിലേക്ക് നയിക്കുക വിശുദ്ധമായ ഒരു സാക്ഷ്യത്തിൻ്റെ പരിണിത ഫലമാണ്. ബൈബിളിൽ ഇപ്രകാരം പല വ്യക്തികളും അവരുടെ ജീവിതത്തിൽ സാക്ഷ്യത്തോടുകൂടെ ദൈവത്തെ സമീപിക്കുന്ന വിവരണങ്ങൾ നമുക്ക് വായിച്ചെടുക്കാനാകും. മോശ 40 രാവും 40 പകലും ഇങ്ങനെ മലമുകളിൽ യഹോവയായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് തൻ്റെ ജനത്തിനു വേണ്ടി. ഒരു സാക്ഷ്യത്തോടുകൂടെയാണ്, നിർബന്ധ ബുദ്ധിയോടുകൂടെയാണ് മോശ അങ്ങനെ മലമുകളിൽ പ്രാർത്ഥിക്കുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകം 24-ാം അധ്യായം 18-ാം വാക്യം മുതലുള്ള നാം കാണുന്നത് അതാണ്. അങ്ങനെ 40 രാവും 40 നീണ്ട പകലും മോശ ഈ മലമുകളിൽ തൻ്റെ ജനത്തിനു വേണ്ടി സാക്ഷ്യത്തോടുകൂടെ നിരന്തരമായി പ്രാർത്ഥിക്കുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായത്തിൽ ഏലിയ പ്രവാചകൻ ഇപ്രകാരം തന്നെ ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടെയാണ് ദൈവത്തെ സമീപിക്കുന്നതും അങ്ങനെ തൻ്റെ ദൈവമാണ് യഥാർത്ഥ ദൈവമെന്ന് തെളിയിക്കുവാൻ വേണ്ടി ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടെ സാക്ഷ്യത്തോടുകൂടെ സമീപിക്കുന്നതും. യോനായുടെയും പുസ്തകത്തിൽ നാം ഇപ്രകാരം കാണുന്നു. യോനായും തൻ്റെ ദൗത്യ നിർവഹണത്തിൻ്റെ അവസരത്തിൽ ദൈവവുമായുള്ള ആ ബന്ധം വളരെ ശിശുസഹജമായ നിഷ്കളങ്കതയോടെ അതോടൊപ്പം തന്നെ ഒരു സാക്ഷ്യത്തോടുകൂടെയുള്ള ഒരു സമീപനമാണ് നാം കാണുക. യാക്കോബിൻ്റെ കഥയിലും നാം കാണുന്നത് അതാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 32-ാം അധ്യായത്തിൽ അവിടെ ആ ദൈവദൂതനുമായി ദ്വന്ദ്വയുദ്ധം നടത്തിയതിനു ശേഷം അവസാനം
യാക്കോബ് പറയുക, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ അങ്ങയെ വിടുകയില്ല. അങ്ങനെ അനുഗ്രഹത്തിനായി ശാഠ്യം പിടിക്കുന്ന യാക്കോബ്. പക്ഷേ ആ ശാഠ്യത്തിനും നിർബന്ധ ബുദ്ധിക്കുമൊക്കെ ദൈവം സമ്മാനം കൊടുക്കുന്നുണ്ട്, പ്രത്യുത്തരിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ നമ്മുടെയും ജീവിതത്തിൽ ദൈവവുമായി ഒരു ശിശുസഹജമായ നിഷ്കളങ്കതയോടുകൂടിയ ശാഠ്യത്തോടുകൂടെ നാം പെരുമാറുമ്പോൾ, ആ നിഷ്കളങ്കതയോടുകൂടെയുള്ള സ്വാതന്ത്ര്യം ദൈവവും നാമും തമ്മിലുള്ള ബന്ധത്തിൽ കാത്തു സൂക്ഷിക്കുമ്പോൾ ദൈവം ഇങ്ങനെ കൃപകൾ നൽകി നമ്മെ അനുഗ്രഹിക്കും. വിശുദ്ധ തോമസ് അപ്പോസ്തലന് നൽകിയതുപോലെ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ തോമസ് അപ്പോസ്തലൻ പറയുന്നത് ഇതാണ്: തൻ്റെ കൈകളും പാർശ്വവും കാണിച്ചു എന്ന്. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു എന്ന്. അങ്ങനെ കാണുക എന്ന ആ ഒരു പദം പല പ്രാവശ്യം നാം അവിടെ ഉപയോഗിക്കുന്നതായി കാണുമ്പോൾ, ശ്രദ്ധിക്കുമ്പോൾ, അതിൻ്റെ പിന്നിൽ വെറും കണ്ണുകൾ കൊണ്ടുള്ള ഒരു കാഴ്ച മാത്രമല്ല, പ്രത്യുത ഹൃദയത്തിൻ്റെ ഒരു അനുഭവമാണ് വിവരിക്കുക. അങ്ങനെ യഹൂദരോടുള്ള ഭയം നിമിത്തം ശിഷ്യന്മാർ കതകടച്ച് ഈ മുറിക്കുള്ളിൽ കഴിയുമ്പോൾ കർത്താവ് അവർക്ക് പ്രത്യക്ഷനാകുന്നു, സമാധാനം ആശംസിക്കുന്നു, തൻ്റെ കരങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കുന്നു, പാർശ്വത്തിലുള്ള അമുറിവും അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ അത് കാണുമ്പോൾ അവർ വിശ്വസിക്കുന്നു. പക്ഷേ പിന്നീട് ഈ കാര്യം തോമസ് അപ്പോസ്തലനോട് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിർബന്ധബുദ്ധി, ശാഠ്യത്തോടു കൂടിയുള്ള പ്രതികരണം, അതേസമയത്ത് തന്നെ ശിശുസഹജമായ നിഷ്കളങ്കതയോടുകൂടിയുള്ള പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടിയുള്ള പ്രത്യുത്തരം ഇതാണ്: അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ കൈകൾ വയ്ക്കുകയും ചെയ്യാതെ ഞാൻ വിശ്വസിക്കുകയില്ല. ശിഷ്യന്മാരുടെ സാക്ഷ്യം എപ്പോഴും ഇപ്രകാരം അവർ സ്പർശിച്ചും കണ്ണുകൾ കൊണ്ട് കണ്ടും കാതുകൾ കൊണ്ട് കേട്ടുമൊക്കെ അനുഭവിച്ച ആ വിശ്വാസത്തിൻ്റെ സാക്ഷ്യമാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യം ഇപ്രകാരമാണ്: ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. അങ്ങനെ അവർ ഹൃദയത്തിൽ അനുഭവിച്ച ക്രിസ്തുവിനെയാണ് അവർ ഒരു സങ്കോചവുമില്ലാതെ ചങ്കൂറ്റത്തോടുകൂടെ പ്രഘോഷിക്കുക. ആ ക്രിസ്തുവിനെ അവർ കണ്ണുകൾ കൊണ്ട് കാണുകയും കരങ്ങൾ കൊണ്ട് സ്പർശിക്കുകയും ചെയ്തു. അത് വിശ്വാസത്തിൻ്റെ ഒരു പ്രഥമ തലമാണ്. നമുക്കിങ്ങനെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാനാകുന്ന ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നാം സ്ഥിരീകരിക്കുന്ന ആ വിശ്വാസത്തിൻ്റെ ഒരു തലം. കാതുകൊണ്ട് കേൾക്കുകയും കണ്ണുകൾ കൊണ്ട് കാണുകയും സ്പർശിക്കുകയും ഒക്കെ ചെയ്ത ആ ജീവിതാനുഭവത്തിൻ്റെ പരിണത ഫലമായി നമുക്ക് ലഭിക്കുന്ന ആ ഒരു വിശ്വാസം, അത് നമുക്ക് പ്രധാനപ്പെട്ടതാണ്. പക്ഷേ പലർക്കും അപ്രകാരമുള്ള ആ ഒരു സ്വാതന്ത്ര്യത്തോടു കൂടെയുള്ള ശിശുസഹജമായ ആ നിഷ്കളങ്കതയോടുകൂടെ ദൈവത്തോട് ബന്ധപ്പെടുന്നതിനും അതേപോലെ തന്നെ മറ്റുള്ളവരോട് ഇടപെടുന്നതിനുമുള്ള സാധ്യത പലപ്പോഴും കാണിക്കാറില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യനെ, പ്രത്യേകിച്ച് ഞാനൊരു ഇടവകയിൽ ഇങ്ങനെ ഭവന സന്ദർശനത്തിന് പോയപ്പോൾ ഒരു വ്യക്തിയെ കണ്ടു. ഇപ്പോൾ ഒരു 72, 73, 75 വയസ്സ് പ്രായമുണ്ടാകും. കഴിഞ്ഞ 45-50 വർഷമായി ആ മനുഷ്യൻ ദേവാലയത്തിൽ പോയിട്ടില്ല. എന്നോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ദൈവമത്വമായിട്ട് എനിക്ക് വഴക്കാണെന്ന്. കാരണം ഈ മനുഷ്യൻ ഒരു ഓർഫണേജിൽ വളർന്നതാണ്. അവിടെ പഠിച്ചിരുന്ന സമയത്ത് ആ ഓർഫണേജിലെ അധികാരികളുമായി എന്തോ പ്രയാസം വരികയും ആ തെറ്റിദ്ധാരണയുടെ വെളിച്ചത്തിൽ വിശ്വാസം പാടെ ഉപേക്ഷിക്കുകയും അങ്ങനെ ദൈവവുമായി വഴക്കിട്ട് ആകെ നിരാശയിൽ എപ്പോഴും ഒരു തരം അസ്വസ്ഥത ജനിപ്പിക്കുന്ന വിധത്തിലുള്ള സംസാരവുമൊക്കെ കൊണ്ട് ജീവിക്കുന്ന ആ വ്യക്തി. നമുക്ക് ആവശ്യം
ഇങ്ങനെയുള്ള പ്രതിസന്ധികളുണ്ടെങ്കിലും മറ്റുള്ളവരോട് പ്രയാസങ്ങളുണ്ടെങ്കിലും അതിനപ്പുറത്ത് ആ ശിശുസഹജമായ നിഷ്കളങ്കതയോടുകൂടെ വീണ്ടും ദൈവത്തെ അന്വേഷിക്കുകയും ആ ദൈവത്തെ കണ്ടുമുട്ടുകയും അതോടൊപ്പം തന്നെ അങ്ങനെ കണ്ടുമുട്ടി നാം ഹൃദയത്തിൽ അനുഭവിക്കുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനാകുമോ എന്നുള്ളതാണ് കൂടുതൽ പ്രധാനപ്പെട്ടത്. എനിക്ക് രാഷ്ട്രീയത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന 2 പേരെ അറിയാം. ഒരു മനുഷ്യൻ്റെ സഹോദരിയുടെ ഭർത്താവാണ് മറ്റേ രാഷ്ട്രീയ പ്രവർത്തകൻ. വർഷങ്ങളായി ഇവർ തമ്മിൽ ബദ്ധ ശത്രുക്കളാണ്. പലപ്പോഴും പരസ്പരം ചെളിവാരിയെറിയുവാനും വിമർശിക്കാനും താഴ്ത്തി സംസാരിക്കാനുമൊക്കെ ഇവർ മടിക്കാറില്ല. വർഷങ്ങളായി ഇവർ തമ്മിൽ സംസാരിച്ചിട്ട് അങ്ങനെ പകയും പരിഭവവും വെറുപ്പും വൈരാഗ്യവും വച്ച് പുലർത്തിയിട്ടുള്ള ഒരു ജീവിതം. അതിനപ്പുറത്ത് പരസ്പരമൊന്ന് കാണുവാൻ, വീണ്ടും സംസർഗത്തിലേർപ്പെടുവാൻ, അങ്ങനെ നിഷ്കളങ്കതയോടുകൂടെ അനുരഞ്ജനപ്പെട്ടുകൊണ്ട് ജീവിതം കൂടുതൽ സുന്ദരമായി ആസ്വദിക്കാൻ കഴിയാത്ത പല വ്യക്തികളുമുണ്ട്. പ്രായോഗിക തലത്തിലും ഈ കണ്ട് കേട്ട് അറിഞ്ഞ് തൊട്ട് സ്പർശിക്കുന്ന അങ്ങനെ വിശ്വാസം ആർജിക്കുന്ന പ്രവണത അത്യന്താപേക്ഷിതം തന്നെയാണ്. പ്രത്യേകിച്ച് മറ്റുള്ളവരെക്കുറിച്ച് നാം ചില കാര്യങ്ങൾ ഇങ്ങനെ അറിഞ്ഞും അറിയാതെയുമൊക്കെ കേൾക്കുന്ന കാര്യങ്ങൾ, മറ്റുള്ളവരെ കുറിച്ച് നമ്മുടെ ഫോണിലൊക്കെ വരുന്ന മെസ്സേജുകൾ, സോഷ്യൽ മീഡിയയിൽ വാട്സപ്പിലൊക്കെ വരുന്ന കാര്യങ്ങൾ, അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന പ്രവണതയെല്ലാം ഈ തരുണത്തിൽ വിലയിരുത്തേണ്ടതാണ്. അങ്ങനെ യഥാർത്ഥമായ ചിത്രം നേരിട്ട് കണ്ട് മനസ്സിലാക്കി അനുഭവിച്ച് അറിയിക്കുവാൻ നാം പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. നേരെന്തെന്നറിയാതെ, സത്യമെന്തെന്ന് തിരിച്ചറിയാതെ, അതന്വേഷിച്ച് കണ്ടെത്താതെ മറ്റുള്ളവരെ പറ്റി നമ്മുടെ മനസ്സിൽ തെറ്റായ ധാരണകൾ വച്ചു പുലർത്തുന്നതും മറ്റുള്ളവരെ പറ്റി അപഖ്യാതി പറയുന്നതുമെല്ലാം ഈ തോമസ് അപ്പോസ്തലൻ നമുക്ക് കാണിച്ചു തരുന്ന ആ മാർഗത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. നമ്മുടെ എല്ലാ ഹൃദയ അഭിലാഷങ്ങളും, പ്രത്യേകിച്ച് ദൈവത്തോട് നമ്മളുള്ള ആ ബന്ധം നാം ഹൃദയത്തിൽ കാത്തുസൂക്ഷിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾക്കപ്പുറം, നമ്മുടെ അഭിലാഷങ്ങൾക്കപ്പുറം ദൈവം കൃപാവരം ചൊരിയുന്ന സ്നേഹപിതാവാണ്. യേശുവിനെ സമീപിച്ചിരുന്ന വ്യക്തികൾക്കെല്ലാം ഇപ്രകാരം ഒരു അനുഗ്രഹത്തിൻ്റെ കൃപാവരത്തിൻ്റെ സമൃദ്ധി അനുഭവിക്കാനായിട്ടുണ്ട്. സിക്കമോർ മരത്തിൻ്റെ ആ ചില്ലയിൽ ഒരു നോക്ക് കാണുവാൻ ആഗ്രഹിച്ചുകൊണ്ട് സഖ്യേവൂസ് ഇരിക്കുമ്പോൾ ആ ആഗ്രഹത്തിനപ്പുറത്ത് ആ മനുഷ്യൻ്റെ ഭവനത്തിലേക്ക് വിരുന്നിന് പോകുന്ന ക്രിസ്തുവിനെയാണ് സുവിശേഷങ്ങളിൽ നാം കാണുക. മാർത്തയും മറിയത്തിൻ്റെയും സഹോദരൻ മരണപ്പെടുമ്പോൾ, നായിമിലെ ആ വിധവയുടെ മകൻ മരണപ്പെടുമ്പോൾ, അവരുടെ ആ ഹൃദയാഭിലാഷങ്ങൾക്കപ്പുറം ആ മൃതനായ മനുഷ്യന് പുനർജീവിപ്പിച്ചുകൊണ്ട് പുതിയൊരു ജീവിതം കൊടുത്തുകൊണ്ട് അവർക്ക് അനുഗ്രഹങ്ങൾ നൽകുന്ന ക്രിസ്തുവിനെയാണ് നാം സുവിശേഷങ്ങളിൽ വായിക്കുക. സമരിയാക്കാരി സ്ത്രീ ഇങ്ങനെ നട്ടുച്ച നേരത്ത് ദാഹജലത്തിനായി ഈ കിണറിൻ്റെ തീരത്തെത്തുമ്പോൾ അവൾക്ക് ക്രിസ്തു പകർന്നു കൊടുക്കുക ജീവൻ്റെ ജലമാണ്. നമ്മുടെ ആഗ്രഹത്തിൻ്റെയും അഭിലാഷങ്ങളുടെയും ഒക്കെ അപ്പുറം വലിയ സമ്മാനം പകർന്നു തരുന്ന ക്രിസ്തുവിനെ നാം ധ്യാനിക്കുമ്പോൾ, അറിയുമ്പോൾ, തോമസ് അപ്രകാരം ഒരു ക്രിസ്തുവിനോടാണ് ഈ വിശുദ്ധമായ ഒരു സാക്ഷ്യം, തൻ്റെ ശിശുസഹജമായ നിഷ്കളങ്കതയോടുകൂടിയുള്ള ആ ബന്ധം വച്ചു പുലർത്തിക്കൊണ്ട് ആഗ്രഹിക്കുക. അവൻ്റെ കൈകളിലുള്ള മുറിവുകളിൽ വിരലിടാതെയും ആ പാർശ്വങ്ങളുടെ മുറിവിൽ കൈകൾ വയ്ക്കാതെയും ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ തോമസ് അപ്പോസ്തലൻ തൻ്റെ പ്രതീക്ഷയ്ക്കപ്പുറത്ത് ക്രിസ്തുവിൻ്റെ ആ സ്നേഹ സാന്നിധ്യം, സാമീപ്യം സമ്മാനമായി ലഭിക്കുന്നു. 8 ദിവസത്തിന് ശേഷം ക്രിസ്തു വീണ്ടും ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നു. അവിടെ നിന്നാണ് യേശു ആ വിശ്വാസത്തിൻ്റെ അടുത്ത തലത്തിലേക്ക്, രണ്ടാമത്തെ തലത്തിലേക്ക് പ്രവേശിക്കുവാൻ
തോമസിനെ പോലെ നമ്മയും ക്ഷണിക്കുക. ആദ്യം തോമസ് പറയുക, ഞാൻ കാണാതെ വിശ്വസിക്കില്ല. ക്രിസ്തു തോമസിനോട് പറയുന്നത് പോലെ തന്നെ നമ്മോടും ആവശ്യപ്പെടുക, കാണാതെയുള്ള ആ വിശ്വാസത്തിൻ്റെ ദ്വിതീയ തലത്തിലേക്ക്, രണ്ടാമത്തെ തലത്തിലേക്ക് കടന്നു വരുവാൻ ആവശ്യപ്പെടുന്നു. നമ്മുടെയും അനുദിന ജീവിതത്തിൽ, വ്യക്തിബന്ധങ്ങളിലും സമൂഹത്തിലെ പ്രവർത്തനങ്ങളിലുമൊക്കെ ഈ രണ്ടാമത്തെ തലത്തിലേക്കും ഉയരേണ്ടിയിരിക്കുന്നു. പലപ്പോഴും നാം മറ്റുള്ളവരെ പറ്റി പല കാര്യങ്ങളും കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുവാൻ അത് നമുക്ക് സഹായകമാകുന്നു. ഞാനൊരു സൂപ്പർ മാർക്കറ്റിലെ സംഭവം ഓർത്തു പോവുകയാണ്. അവിടെ ഒരു യുവദമ്പതികൾ മകൻ്റെ പിറന്നാൾ അനുബന്ധിച്ച് ചോക്ലേറ്റ്സ് വാങ്ങിക്കാനായിട്ട് വന്നതാണ്. അങ്ങനെ പലതരത്തിലുള്ള ചോക്ലേറ്റും എല്ലാം തിരഞ്ഞെടുത്ത് ഒരു പാക്കറ്റ് എടുത്ത് ഇങ്ങനെ ആ ഭർത്താവ്, യുവാവായ മനുഷ്യൻ തിരിഞ്ഞപ്പോൾ പെട്ടെന്ന് അടുത്തുള്ള ഒരു യുവതിയുടെ ശരീരത്തിൽ അറിയാതെ കൈ കൊണ്ട് സ്പർശിക്കുവാനിടയായി, കൈ തൊടാനിടയായി. ആ സ്ത്രീ പെട്ടെന്ന് ദേഷ്യത്തോടെ, ക്രൂദ്ധഭാവത്തിൽ കയർത്തുകൊണ്ട് പറഞ്ഞു, തനിക്ക് ഭാര്യയും അമ്മയും പെങ്ങന്മാരും ഒന്നുമില്ലേ, ഇങ്ങനെ മറ്റുള്ളവരെ തോണ്ടിയും തൊട്ടുമൊക്കെ നടക്കാൻ. അകലെ ഉണ്ടായിരുന്ന ഭാര്യ ഈ സ്ത്രീയുടെ ഭയങ്കര ഉച്ചത്തിലുള്ള ആ ആക്രോശമെല്ലാം ശ്രദ്ധിച്ച് അടുത്തേക്ക് വന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു, കഴിഞ്ഞ 6 വർഷമായി എൻ്റെ ഭർത്താവിനെ എനിക്കറിയാം. ആ മനുഷ്യൻ്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും അത് സംഭവിക്കില്ല, അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു കാര്യവും ഉണ്ടാവില്ല. കാണാതെയും മറ്റുള്ളവരെ പറ്റി മനസ്സിലാക്കുവാൻ, മറ്റുള്ളവരെ പറ്റി വ്യക്തമായ നിഗമനങ്ങളിൽ എത്തിച്ചേരുവാൻ നമുക്ക് സാധ്യതമാകണം അനുദിന ജീവിതത്തിലും. അങ്ങനെ കണ്ട് വിശ്വസിക്കുന്നത് പ്രധാനമാകുന്നത് പോലെ തന്നെ അടുത്ത തലത്തിലേക്ക് കാണാതെയും മറ്റുള്ളവരെ പറ്റി നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ, മറ്റുള്ളവരെ പറ്റി നല്ലത് മാത്രം മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. കാണാതെയും ഈ വിശ്വാസം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസരാണ് ഇപ്രകാരം ഒരിക്കൽ എഴുതിയത്, ആകാശത്തിൽ രാത്രി നിങ്ങൾ അനവധി നക്ഷത്രങ്ങൾ കാണുന്നുണ്ടല്ലോ, എന്നാൽ സൂര്യനുദിച്ചാൽ ഒരൊറ്റ നക്ഷത്രം പോലും നമുക്ക് കാണുവാനാകുന്നില്ല. അതുകൊണ്ട് പകൽ സമയത്ത് ആകാശത്തിൽ നക്ഷത്രങ്ങളില്ലെന്ന് നിങ്ങൾക്ക് തീർച്ച പറയാനാവുമോ? അതുപോലെ അല്ലയോ മനുഷ്യ, നിൻ്റെ അറിവില്ലായ്മയിൽ ഭഗവാനെ കാണുന്നില്ലെന്ന് നീ പറയാതിരിക്കുക. അങ്ങനെ കാണാതെയും വിശ്വസിക്കാൻ സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ വിശ്വാസത്തിൻ്റെ മറ്റൊരു തലത്തിലേക്ക് നാം ഉയർന്ന് പ്രവർത്തിക്കുക. യഥാർത്ഥ വിശ്വാസത്തിന് ഇപ്രകാരം കാണാതെ വിശ്വസിക്കുന്നതിനേക്കാൾ മറ്റൊരു തലം കൂടെയുണ്ട്, മൂന്നാമത്തെ ഒരു തലം. ഒരുപക്ഷെ സാഹചര്യങ്ങൾ പലതും നമുക്ക് എതിരാണെങ്കിലും, പലവിധത്തിലും തെറ്റായ ധാരണകൾ സമൂഹത്തിൽ മുഴുവൻ നിറഞ്ഞു നിന്നാൽ പോലും അതിനപ്പുറത്തും ഒരു വ്യക്തിയെ നമുക്ക് വിശ്വസിക്കാനാകുമോ? ഉദാഹരണം ക്രിസ്തുവിൻ്റെ തന്നെ ജീവിതമാണ്. പൊതുസമൂഹം ക്രിസ്തുവിനെ കുറ്റക്കാരനായി കണ്ടു. അധികാരബന്ധം വിധിച്ചുകൊണ്ട് അങ്ങനെ ക്രൂശിനുമായി ആ കാൽവരി മലമുകളിലേക്ക് പോകുവാൻ ഇടയായി. അപ്പോഴും എല്ലാവരും ഉപേക്ഷിച്ചിട്ടെങ്കിലും, എല്ലാവരും അകന്ന് മാറിയെങ്കിലും, കുറ്റക്കാരനായി കണ്ടുവെങ്കിൽ പോലും ആ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന സ്നേഹമയ്യായ ഒരമ്മയുണ്ട്, പരിശുദ്ധ കന്യകാമറിയം. കാൽവരിയിലെ ആ കുരിശിൻ്റെ ചുവട്ടിൽ അവൾ നിൽക്കുക. ദുഃഖഭാരവും കഥനത്തിൻ്റെ പ്രയാസങ്ങളും കണ്ണീരും ഒക്കെ ഉണ്ടെങ്കിലും അവളുടെ മനസ്സിൽ ആ മകനെ പറ്റിയുള്ള പ്രത്യാശയുണ്ട്. എല്ലാവരും എതിർത്തു പറഞ്ഞാലും കുറ്റമാരോപിച്ചാലും അവളുടെ മനസ്സിൽ എപ്പോഴും ആ മകനെ പറ്റിയുള്ള വലിയ പ്രത്യാശ, പ്രതീക്ഷ, വിശ്വാസത്തിൻ്റെ മൂന്നാമത്തെ തലമാണ് അത്. നമ്മുടെയും അനുദിന വ്യക്തിഗത ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായത്. മറ്റുള്ളവരെ പറ്റി പലരും പലതും പറയുമ്പോഴും
ആ വ്യക്തിയെ ശരിയായി മനസ്സിലാക്കുവാൻ, ഒരുപക്ഷെ സമൂഹം മുഴുവൻ ഒറ്റപ്പെടുത്തിയാലും ആ മനുഷ്യനെപ്പറ്റി യാഥാർത്ഥ്യമായ കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി വിശ്വസിച്ച് ആ വ്യക്തിയോട് ചേർന്ന് നിൽക്കുവാൻ ആകുമോ? അതും വിശ്വാസത്തിൻ്റെ ഒരു മൂന്നാമത്തെ തലമാണ്. വിശുദ്ധ തോമസ് അപ്പോസ്തലൻ നമുക്ക് കാണിച്ചു തരുന്നത്, അദ്ദേഹത്തിൻ്റെ ഈ ജീവിതവും വിചിന്തനവുമൊക്കെ നമ്മെ കൊണ്ട് ചെന്നെത്തിക്കുന്നത് ഈ വിശ്വാസത്തിൻ്റെ 3 വ്യത്യസ്തമായ തലങ്ങളിലാണ്. ക്രിസ്തു തോമസ് അപ്പോസ്തലനോടെന്ന പോലെ നമ്മോടും ഇന്ന് ആവശ്യപ്പെടുന്ന ഇതാണ്: അവിശ്വാസിയാകാതെ വിശ്വാസി ആയിരിക്കുക. വിശ്വസിക്കാതെ നമുക്ക് സമൂഹത്തിൽ ജീവിക്കാനാവില്ല. ഒരു ബസ്സിൽ നാം കയറി ടിക്കറ്റ് എടുക്കുമ്പോൾ, ആ ബസ്സിൽ നാം യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വിശ്വാസമുണ്ട്. ആ ഡ്രൈവർ മദ്യപാനിയല്ലെന്നും, ആ ഡ്രൈവർ വണ്ടി ഓടിച്ച് ടോപ്പ് ഗിയറിലേക്കിട്ട് ആക്സിലറേറ്റ് കൂട്ടി അടുത്ത പാലത്തെത്തുമ്പോൾ ആ വാഹനം പുഴയിലേക്ക് ചാടിക്കില്ലെന്നുമുള്ള വിശ്വാസം. അനുദിന ജീവിതത്തിൽ നമുക്ക് ഈ വിശ്വാസം അത്യന്താപേക്ഷിതമാണ്. ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ പോയി നാം ഉച്ചഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കുറപ്പുണ്ട് ആ ഭക്ഷണം നല്ല ഭക്ഷണമാണെന്നും അതിനകത്ത് വിഷാംശമോ മോശമായ വസ്തുക്കളോ ഒന്നുമില്ലെന്നുള്ള വിശ്വാസം. ഇപ്രകാരം അനുദിന ജീവിതത്തിൽ ഈ വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ, മറ്റുള്ളവരെ പറ്റി നല്ല വിലയിരുത്തൽ സൂക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ജീവിക്കാനാകൂ. കർത്താവ് തോമസ് അപ്പോസ്തലനോട് പറഞ്ഞതിതാണ്: അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. അപ്രകാരം പാർശ്വങ്ങളിൽ തൻ്റെ കൈകൾ വയ്ക്കുകയും ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ ആ അനുഭവത്തിൽ ഹൃദയം നിറയുകയും ചെയ്തപ്പോൾ വിശ്വാസത്തോടുകൂടെ തോമസ് അപ്പോസ്തലൻ പ്രഘോഷിച്ചതാണ്: എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ. പിന്നെ ഒന്നും ഉരിയാടുന്നില്ല, നിശബ്ദനാവുകയാണ്. തീർച്ചയായും ദൈവത്തെ തിരിച്ചറിയുന്ന നിമിഷം നാം സംതൃപ്തരാകുന്നു, നിശബ്ദരാകുന്നു, ജീവിതത്തിൽ സാഫല്യം അടയുവാനാകുന്നു. ജോബിൻ്റെ പുസ്തകത്തിൽ 40-ാം അധ്യായം 4-5 വാക്യങ്ങൾ ശ്രദ്ധേയമാണ്. ജോബ് പറയുക, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ അവസരത്തിൽ ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി കഷ്ടതകൾ വരുമ്പോഴും ദൈവത്തിൻ്റെ മുൻപിൽ ആ മനുഷ്യൻ, ദൈവത്തിൽ അടിയുറച്ച് ആശ്രയിച്ച് വിശ്വസിച്ച ആ മനുഷ്യൻ പറയുക: ഞാൻ ഇനി വാ പൊത്തുന്നു. ഒരിക്കൽ ഞാൻ സംസാരിച്ചു, ഇനി ഞാൻ മിണ്ടുകയില്ല. തോമസ് അപ്പോസ്തലനും എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പ്രഘോഷിച്ചതിന് ശേഷം പിന്നെ മൗനിയായി മാറുകയാണ്. നമ്മുടെയും ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ അനുദിന ജീവിതത്തിലെ സംസാരങ്ങളിൽ എൻ്റെ വാഹനം, എൻ്റെ ഭവനം, എൻ്റെ പറമ്പ്, എൻ്റെ സ്വത്ത്, എൻ്റെ പണം, ഒത്തിരിയധികം എൻ്റെകൾ വരാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാകുക, സൗഭാഗ്യത്തിലേക്ക് ജീവിതം തിരിച്ചുവിടാനാകുക എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് നാം ഉച്ചരിക്കുകയും അങ്ങനെ ദൈവത്തിൻ്റെ ആ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുമ്പോഴാണ് എൻ്റെ ദൈവത്തെ ഞാൻ കണ്ടുമുട്ടുകയും അങ്ങനെ ആ ദൈവത്തിൽ അടിയുറച്ച് ആശ്രയിച്ച് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ജീവിതം തന്നെ വ്യത്യസ്തമായി മാറുന്നു. 2012 വിശ്വാസ വർഷത്തോടനുബന്ധിച്ച് ബെനഡിക്ട് 16 പാപ്പ വിശ്വാസത്തിൻ്റെ വാതിൽ പോർത്ത ഫിദേയി എന്ന അപ്പോസ്തലിക പ്രബോധനത്തിൻ്റെ 13-ാം ഖണ്ഡികയിൽ വിശ്വാസത്തിൻ്റെ പ്രായോഗിക തലത്തിലെ കാര്യങ്ങൾ സൂചിപ്പിച്ചു. കന്യകാമറിയം വിശ്വാസം മൂലം മാലാഖയുടെ വാക്ക് തൻ്റെ ഭക്തിക്ക് അനുസൃതമായി സ്വീകരിച്ചു. അങ്ങനെ ഗാഗുൽത്താ വരെ അവിടത്തോടൊപ്പം നിലകൊള്ളുവാൻ സാധിച്ചു. വിശ്വാസം മൂലം അപ്പോസ്തലന്മാർ തങ്ങളുടെ ഗുരുവിനെ പിന്തുടരാൻ വേണ്ടി സകലതും പരിത്യജിച്ചു. വിശ്വാസം മൂലം രക്തസാക്ഷികൾ തങ്ങളുടെ ജീവിതം സമർപ്പിച്ചു. വിശ്വാസം മൂലം അസംഖ്യം ക്രൈസ്തവർ നീതി നടപ്പാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം വളർത്തിയിട്ടുണ്ട്.
പ്രിയമുള്ളവരെ, നമ്മുടെയും വിശ്വാസം എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് തോമസ് അപ്പോസ്തലനോടൊപ്പം നാം നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ ഒരു സൗഭാഗ്യത്തിൽ, സാഫല്യത്തിൽ നമ്മുടെ ഹൃദയം ചെന്ന് ചേരുന്നതോടൊപ്പം പുതിയ ഒരു പ്രേക്ഷിത ദൗത്യത്തിലേക്ക്, മറ്റുള്ളവരിലേക്ക് ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കുന്നതിൻ്റെ ആ ദൗത്യത്തിലേക്ക് നാമും ക്ഷണിക്കപ്പെടുകയാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ആ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങളെയും എന്നും കൈപിടിച്ച് നടത്തണമേ. അങ്ങയുടെ പ്രിയപുത്രനായ ക്രിസ്തുവിൻ്റെ ആ ഉത്ഥാന അനുഭവം ഞങ്ങളുടെയും ഹൃദയത്തിൽ നിറയുവാൻ, അങ്ങനെ തോമസ് അപ്പോസ്തലനെ പോലെ എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ എന്ന് പ്രഘോഷിക്കുമ്പോൾ ആ ക്രിസ്തുവിൻ്റെ, ആ ദൈവത്തിൻ്റെ അനുഗ്രഹവും ആശ്വാസവും ഹൃദയത്തിൽ നിറയുവാനും അതുവഴി ആ വിശ്വാസം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ കർമ്മനിരതരായി തീരാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രിയമുള്ളവരെ, തോമസ് അപ്പോസ്തലനോടൊപ്പം നമുക്കും പ്രഘോഷിക്കാം, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ആ അപ്പോസ്തലനെ പോലെ നമുക്കും സമൂഹത്തിൽ ആ ക്രിസ്തുവിൻ്റെ സ്നേഹവും സാന്ത്വനവും പകരുവാൻ, അതേത് എതിർപ്പും വെല്ലുവിളികളും വന്നാലും ആ സാന്ത്വനം പകരാൻ നമുക്കും പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.